അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഉത്തംഗ ഉവാച തക്ഷകേണ ധനം ദത്വാ കശ്യപ സന്നിവാരിത നസ കിം തക്ഷകോ വൈരി പിതൃഹ തവ ഭൂപതേ ഭാര്യാ രുരോ പുരാ ഭൂപ ദഷ്ട സർപ്പേണ സാമൃത അവിവാഹിതാ തു മുനിനാ ജീവിതാ ച പുനഃ പ്രിയാ രുരുണാപി കൃതാ തത്ര പ്രതിജ്ഞാ ചാതിദാരുണാ യം യം സർപ്പം പ്രപശ്യാമി തം തം ഹന്യായുധേന വൈ ഏവം കൃത്വാ പ്രതിജ്ഞാം സാ ശസ്ത്രപാണീരുരുസ്തദാ വ്യചരൽ പൃഥിവീം രാജൻ നിഘ്നൻ സർപ്പാനിതസ്തതാ ഏകദാ സവനേ ഘോരം ഡുംഡുഭം ജരസാന്വിതം അപശ്യദ്ദണ്ഡമുദ്യമ്യ ഹന്തും തം സമുപായയൗ അഭ്യഹൻ രുഷിതോ വിപ്രസ്തമുവാചാധ ഡുംഡുഭ നാപരാധോന്യോമി തേ വിപ്രാ കസ്മാൻ മാമഭിഹംസി വൈ രുരുവാച
പ്രാണപ്രിയാ മേ ദയിതാ ദഷ്ടാ സർപ്പേണ സാ മൃത പ്രതിജ്ഞേയം തദാ സർപ്പ ദുഃഖിതേന മയാ കൃത ഡുംഡുഭ ഉവാച നാഹം ദശാമി തേന്യേ വൈ യേ ദശന്തി ഭുജംഗമാ ശരീരസമയോഗേന നമാം ഹിംസിതുമർഹസി ഉത്തംഗ ഉവാച ശ്രുത്വാ താം മാനുഷീം വാണിം സർപ്പേണോക്താം മനോഹരാം രുരു പപ്രച്ഛ കോസി ത്വം കസ്മാൽ ഡുംഡുഭതാം ഗതാ സർപ്പ ഉവാച ബ്രാഹ്മണോഹം പുരാ വിപ്ര സഖാ മേ ഖഗമാഭിധാ വിപ്രോ ധർമ്മഭൃതാം ശ്രേഷ്ഠ സത്യവാദീ ജിതേന്ദ്രിയ സമയാ വഞ്ചിതോ മൗർഘ്യാൽ സർപ്പം കൃത്വാ ച താർണകം ഭയം ചേ പ്രാപിതോത്യർത്ഥമഗ്നിഹോത്രഗൃഹേ സ്ഥിതാ തേന ഭീതേന ശപ്തോഹം വിഹ്വലേനാതിവേപിനാ ഭവ സർപ്പോ മന്ദബുദ്ധേ യേനാഹം ധർഷിതസ്ത്വയാ മയാ പ്രസാദിതോത്യർത്ഥം സർപ്പേണാസൗ ദ്വിജോത്തമ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായം 25 മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കശ്യപനെ മടക്കി നിൻ പിതാവിനെ കൊന്ന സർപ്പം തക്ഷകനും അങ്ങയുടെ വൈരിയല്ലേ ചൊൽ. പണ്ടൊരിക്കൽ രുരുവെന്ന മുനിയുടെ ഭാര്യയെയും പാമ്പു കടിച്ചല്ലോ, അവൾ മരിച്ചുവല്ലോ. മുനി അവിവാഹിതയാം പ്രിയയെ ജീവിച്ചപ്പോളായി, മുനി അവിവാഹിതയാം പ്രിയയെ ജീവിപ്പിച്ചപ്പോൾ അവിടെ വച്ചൊരു സത്യം ചെയ്തിട്ടുമുണ്ട്. ഏതു സർപ്പത്തെ കണ്ടാലും അതിനെ ഞാൻ കൊല്ലും നൂനം എന്നു ചൊല്ലി ആയുധത്തെ കയ്യിലെടുത്തു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വസുധയിൽ സഞ്ചരിച്ചു സർപ്പങ്ങളെ കൊന്നുരുരു. ഒരിക്കൽ ജരബാധിച്ച ഒരു ചേരയെ കൊല്ലാനായി വടിയുമായി അടുത്തല്ലോരു താനും. അതിനെ അടിച്ച നേരം പാമ്പു പറഞ്ഞു, അങ്ങയോടു അപരാധം ഒന്നും ചെയ്തതില്ല ഞാനും. എന്നിട്ടുമെന്തിനെ നിന്നി അടിച്ചിടുന്നു, എന്നിട്ടുമെന്തിനെന്നെ
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രുരു പറഞ്ഞു, എൻ്റെ പ്രാണപ്രിയയായ പ്രമദ്വര പണ്ടൊരിക്കൽ സർപ്പത്തിൻ്റെ കടിയേറ്റു മരിച്ച നേരം ദുഃഖിതനായി ഞാനെടുത്ത പ്രതിജ്ഞ താനല്ലോ ഇത്. ചേര പറഞ്ഞു, ഞാനോ കടിക്കാറേയില്ല മറ്റു പാമ്പു പോൽ, ശരീരസാമ്യം മാത്രമേ എനിക്കുള്ളൂ കൊന്നിടൊല്ലേ. ഉത്തങ്കം പറഞ്ഞു, മനോഹരമായ വാണി കേട്ട സമയം രുരു ചൊല്ലി, ആരാണു നീ, എങ്ങനെ നീ ചേരയായി? സർപ്പം പറഞ്ഞു, വിപ്രൻ ഞാനും ഖഗമനൻ കൂട്ടുകാരനും, ബ്രാഹ്മണനും സത്യവാനും ധർമ്മജ്ഞനുമാമവനെ പുൽപ്പാമ്പിനെ കാട്ടി ഞാനും ഭയപ്പെടുത്തി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അഗ്നിഹോത്രം ചെയ്യുമവൻ ആകപ്പാടെ ഭയപ്പെട്ടു, ഭയത്താലേ അവൻ എന്നെ ശപിച്ചു. അപ്പോൾ പുൽപ്പാമ്പിനെ കാട്ടി എന്നെ പേടിപ്പിച്ച നീയുമിപ്പോൾ പാമ്പായി മാറിയിടട്ടെ എന്നു ശപിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം, ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 155 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 11 അധ്യായത്തിൽ 25 ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ പാരായണം ചെയ്തതും പാടിയതും. ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അവിടെ പറഞ്ഞു, ഉത്തങ്കൻ എന്ന മുനി വന്ന് ജനമേജയനെ പ്രേരിപ്പിക്കുകയാണ് അച്ഛൻ്റെ മരണത്തിന് തക്ഷകനോട് പ്രതികാരം ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. തക്ഷകൻ കശ്യപന് ധനം കൊടുത്ത് പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും തക്ഷകന് അങ്ങയുടെ അച്ഛനെ കൊല്ലാൻ സാധിക്കുമായിരുന്നില്ല, അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്.
ന സഖിം തക്ഷകോ വൈരി പിതൃഹാ തവ ഭൂപതേ ഭാര്യ രുരോ പുരാ ഭൂപ ദഷ്ട സർപ്പേണ സാമൃത. രാജാവേ, അങ്ങയുടെ അച്ഛനെ കൊന്ന തക്ഷകൻ അങ്ങയുടെ വൈരിയല്ലേ? അങ്ങ് എന്തുകൊണ്ടാണ് കിം വൈരം ന മയാജ്ഞാതം, എനിക്ക് വൈരം തന്നെ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്? പണ്ട് രുരുവിൻ്റെ ഭാര്യയെ സർപ്പം ദംശിച്ചു, അവൾ മരിച്ചു. സാമൃത. അവിവാഹിതാതു മുനിന ജീവിതാച പുനഃപ്രിയ. അവിവാഹിതയായ പ്രിയയെ വീണ്ടും ജീവിപ്പിച്ചു. ആരെ? രുരു. കാരണം വിവാഹം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ്. ആ കഥ നമ്മൾ കേട്ടതാണ് അല്ലേ? അപ്പോ അങ്ങനെയുള്ള ആ തൻ്റെ പ്രിയപ്പെട്ടവളെ വീണ്ടും ജീവിപ്പിച്ചു. ആ സന്ദർഭത്തിൽ വെച്ച് രുരു വലിയൊരു പ്രതിജ്ഞ എടുക്കേണ്ടായി. രുരുണാഭി കൃതാതത്ര പ്രതിജ്ഞാചാതി ദാരുണ. അതിഭയങ്കരമായൊരു പ്രതിജ്ഞയാണ് എടുത്തത്. എന്താ? യം യം സർപ്പം പ്രപശ്യാമി തം തം ഹന്യായുധേന വൈ. എന്താ പ്രതിജ്ഞ? എവിടെവിടെ പാമ്പുകളെ, സർപ്പത്തെ കണ്ടാലും അതിനെ ഞാൻ ആയുധം ഉപയോഗിച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഏവം കൃത്വ പ്രതിജ്ഞാം സ ശസ്ത്രപാണി രുരുസ്തത. ഈ പ്രതിജ്ഞ ചെയ്തിട്ട് എപ്പോഴും ഒരു ആയുധം കയ്യിൽ വെച്ചും കൊണ്ടാണ് രുരു സഞ്ചരിച്ചത്. വ്യചരൽ പൃഥിവീം രാജൻ നിഘ്നൻ സർപ്പാനിതസ്തത ഏകദാസ വനേ ഘോരം ഡുംഡുഭം ജരസാന്വിതം. അങ്ങനെ അവിടെ സർപ്പങ്ങളെയൊക്കെ കൊന്ന് വ്യചരൽ പൃഥിവീം ഭൂമിയിൽ സഞ്ചരിച്ച അദ്ദേഹം ഏകദ ഒരു ദിവസം വനത്തിൽ, ഘോരമായ വനത്തിൽ വെച്ച് ജരബാധിച്ച ഡുംഡുഭം എന്ന് വെച്ചാൽ ചേര, ഡുംഡുഭത്തെ കണ്ടു. അപശ്യൽ ദണ്ഡമുദ്യമ്യ വടിയെടുത്തും കൊണ്ട് ഹന്തും തം സമുപായോ ആ ചേരയെ കൊല്ലാൻ പുറപ്പെട്ടപ്പോ അഭ്യഹൻ രുഷിതോ വിപ്രസ്തമുവാചാധ ഡുംഡുഭ. ഈ ചേര ബ്രാഹ്മണനോട്, ഈ രുരു എന്ന ബ്രാഹ്മണനോട്, തന്നെ കൊല്ലാൻ വരുന്ന ആ ബ്രാഹ്മണനോട് ഈ ചേര സംസാരിക്കാനായിട്ട് തുടങ്ങി. ചേര എന്ത് പറഞ്ഞു? ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല, എന്നിട്ടും കസ്മാൻ മാമഭിഹംസി വൈ, പിന്നെ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കുന്നതിൽ ദോഷമില്ല, പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അപരാധവും അങ്ങയ്ക്ക് വേണ്ടിയും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഗുരു പറഞ്ഞു, പ്രാണപ്രിയാമേ ദൈതാദഷ്ടാ സർപ്പേണ സാമൃത. എൻ്റെ പ്രാണപ്രിയായിരിക്കുന്ന ഭാര്യ സർപ്പദംശനമേറ്റാണ് മരിച്ചത്. അപ്പം അവളുടെ മരണത്തിന് കാരണം സർപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ സർപ്പങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. പ്രതിജ്ഞേയം തഥാ സർപ്പ ദുഃഖിതേന മയാ കൃത. വിഷമിച്ച ദുഃഖിതനായ ഞാൻ അന്ന് ചെയ്ത ആ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ സർപ്പങ്ങളെ മുഴുവൻ കൊല്ലുക എന്നുള്ളതാണ്. ഡുംഡുഭ ഉവാച. അപ്പൊ ചേര തിരിച്ചെന്ത് പറഞ്ഞു? നാഹം ദശാമി തേന്യേവൈ യേ ദശന്തി ഭുജംഗമാ. ഞാൻ ആരെയും കടിക്കാറില്ല. മറ്റുള്ള സർപ്പങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക, ഞാൻ ആരെയും കടിക്കില്ല. ചേര കടിക്കുക ഇല്ലേ? ചേര കടിച്ചാലും കുഴപ്പമില്ല, ചേരയ്ക്ക് വിഷമില്ല. അതാണ് ചേര പിന്നീട് പറഞ്ഞത്. അപ്പോ എനിക്ക് മറ്റ് സർപ്പങ്ങളുമായി ശരീരത്തിന് സാമ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വഭാവം അങ്ങനെയല്ല എന്നാണ്. ശരീര സമയോഗേന നമാം ഹിംസിതും അർഹസി. ശരീരസാമ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സർപ്പമാണ് എന്ന് കരുതി എന്നെ കൊല്ലുന്നത് ശരിയല്ല. ഉത്തങ്കൻ അത്ഭുതപ്പെട്ടു. ഉത്തങ്കൻ പറയുകയാണ്, ശ്രുത്വാ താം മാനുഷിം വാണിം സർപ്പേണോക്താം മനോഹരാം. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ അതിമനോഹരമായിരിക്കുന്ന ഈ ഡുംഡുഭത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ഈ സർപ്പത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് രുരുപപ്രച്ഛകോസിത്വം കസ്മാൽ ഡുംഡുഭതാം ഗതാം. രുരു ചോദിച്ചു. രുരു എന്താ ചോദിച്ചത്? നീ ആരാണ്? കോസിത്വം കസ്മാൽ ഡുംഡുഭതാം ഗത. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേരപ്പാമ്പായി മാറിയത്?
സർപ്പം പറഞ്ഞു, ബ്രാഹ്മണോഹം പുരാ വിപ്രാ സഖാമേ ഖഗമാഭിധാം. പണ്ട് ഹേ ബ്രാഹ്മണ, എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണ സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ ബ്രാഹ്മണനായിരുന്നു. ആ സുഹൃത്തിൻ്റെ പേര് ഖഗമൻ എന്നായിരുന്നു. വളരെ ശ്രേഷ്ഠനായ ഒരു ചങ്ങാതി. വിപ്രോ ധർമ്മഭൃതാം ശ്രേഷ്ഠ സത്യവാദി ജിതേന്ദ്രിയ. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? ബ്രാഹ്മണനായിരുന്നു, ധർമ്മജ്ഞനായിരുന്നു, സത്യസന്ധനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു. എന്നാൽ സമയാ വഞ്ചിതോ മൗർഖ്യാൽ, എൻ്റെ മൂർഖത കൊണ്ട്, എൻ്റെ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ അവനെ ഒരിക്കൽ സർപ്പം കൃത്വാച താർണകം, പുല്ലുകൊണ്ടുണ്ടാക്കിയൊരു പാമ്പ്, ഒരു പുൽപ്പാമ്പിനെ കാണിച്ചിട്ട് ആ കൂട്ടുകാരനെ ഞാൻ, ഖഗമൻ എന്ന കൂട്ടുകാരനെ ഞാൻ പേടിപ്പിച്ചു. അപ്പോ ഭയം ച പ്രാപിതോത്യർത്ഥം അഗ്നിഹോത്രഗൃഹേ സ്ഥിത. അഗ്നിഹോത്രഗൃഹത്തിൽ നിന്ന ആ ഖഗമൻ എൻ്റെ ഈ പ്രവൃത്തി കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. തേന ഭീതേന ശബ്ദോഹം വിഹ്വലേനാതിവേപിന. അങ്ങനെ ആ ഭയപ്പെട്ട വേവലാതി പെട്ടെന്ന് വന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പെട്ടെന്ന് വിറച്ചുപോയ ആ ഖഗമൻ, എൻ്റെ കൂട്ടുകാരൻ, എന്നെ ശപിച്ചു. ഭവസർപ്പോ മന്ദബുദ്ധേ യേനാഹം ധർഷിതസ്ത്വയാ മയാ പ്രസാദിതോത്യർത്ഥം സർപ്പേണാസൗ ദ്വിജോത്തമ. പുൽപ്പാമ്പിനെ കാണിച്ച് എന്നെ പേടിപ്പിച്ചില്ലേ, എന്നെ വഞ്ചിച്ചില്ലേ, എന്നെ കബളിപ്പിച്ചില്ലേ? ഹേ ബുദ്ധി കെട്ടവനെ, നീ ഒരു സർപ്പമായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. സർപ്പമായി തീർന്നപ്പോൾ ഞാൻ ആ ബ്രാഹ്മണനെ വേണ്ട പോലെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി എന്നുള്ള കഥയൊക്കെയാണ് ഈ ഡുംഡുഭം, ഈ ചേരപ്പാമ്പ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഉത്തങ്കൻ്റെ മറുപടിയൊക്കെ നമുക്ക് നാളെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ. അമ്മ അതിന് വേണ്ടതായിട്ടുള്ള അനുഗ്രഹവും അനുവാദവും തരട്ടെ, നമ്മളിലൊക്കെ ഭക്തി വർദ്ധിപ്പിക്കട്ടെ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.